The function given by f of x is equal to e raised to 2x is അത് ഇൻക്രീസിംഗ് ആണോ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണോ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണോ അതോ ജസ്റ്റ് ഡിക്രീസിംഗ് ആണോ നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ പറ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ? ഇ റൈസ് ടു 2x ഡെറിവേറ്റീവ് എന്താ? ഇ റൈസ് ടു 2x ഇൻറ്റു എന്തുണ്ട്? ഇ റൈസ് ടു 2x ഇൻറ്റു 2 ഉണ്ട്. സോ ഇ റൈസ് ടു 2x ഇൻറ്റു എന്തുണ്ട്? 2 ഉണ്ട്. സോ 2 ഇ റൈസ് ടു 2x എന്ന് കിട്ടും. ഇനി നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് എക്സ് കിട്ടി. ഇനി എനിക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, എന്താ? ഇ റൈസ് ടു 2x എന്ന് പറയുന്നത് എപ്പോഴും എന്താ? ഇ റൈസ് ടു 2x എപ്പോഴും എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ആയിരിക്കും ഫോർ ഓൾ എക്സ്. ഓക്കെ, സോ ഇ റൈസ് ടു 2x എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. എക്സ് എന്തോ ആയിക്കോട്ടെ, എക്സ് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, എക്സ് എന്തോ ആയിക്കോട്ടെ, ഇ റൈസ് ടു 2x എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നമുക്കറിയാം ഇ റൈസ് ടു 2x, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പോയിന്റ് സംതിങ് എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. അതേ റൈസ് ടു സം നമ്പർ വന്നു കഴിഞ്ഞാൽ അത് എപ്പോഴും എന്തായിരിക്കും? അതൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്? തരാൻ പോകുന്നത്. ഓക്കെ ആണോ? ഓക്കെ, സോ ഇ റൈസ് ടു ഫംഗ്ഷൻ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇ റൈസ് ടു സംതിങ് എന്ന് പറഞ്ഞാൽ ആൾവേസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇത് സീറോ ആവുന്ന കണ്ടീഷൻ എന്തില്ല? നമ്മുടെ കയ്യിലില്ല. ഇത് സീറോ ആവത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താ? ഈ ഫംഗ്ഷൻ എന്താ? ഇ റൈസ് ടു 2x ആൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ 2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 2 എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ 2 ഇൻറ്റു ഇ റൈസ് ടു 2x എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും അല്ലേ? ഇ റൈസ് ടു 2x 0 ഗ്രേറ്റർ ദാൻ 0 ആണ്. ആൾവേസ് അതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. 2 എന്ന് പറയുന്നതും 0യേക്കാൾ വലിയൊരു നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു ഇ റൈസ് ടു എക്സ് എന്തായിരിക്കും? അതൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഇതൊരു പോസിറ്റീവാണ്, ഇതൊരു പോസിറ്റീവാണ്. സോ രണ്ട് പോസിറ്റീവ് വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വേറൊരു പോസിറ്റീവ് വാല്യൂ കിട്ടും. ഓക്കെ, സോ അതും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം എഫ് ഡാഷ് ഓഫ് എക്സ് എപ്പോഴും എന്താ? ഗ്രേറ്റർ ദാൻ 0 ആണ്. അത് ആൾവേസ് പോസിറ്റീവ് ആണ്. നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. എന്തായിരിക്കും? സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ, ഇനി ഇതാണ്ട് എൻ്റെ കയ്യിൽ വേറൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിൽ വേറൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 2x എന്നായിരുന്നു വിചാരിക്കുക ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് കിട്ടും? എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 2x ഇൻറ്റു മൈനസ് 2 എന്ന് കിട്ടും. ഇൻറ്റു, അതായത് മൈനസ് 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 2x എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇവിടെ നോക്കിയേ, എനിക്കറിയാം ഇ റൈസ് ടു മൈനസ് 2x എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. കാരണം എന്താ? ഇ റൈസ് ടു മൈനസ് 2x എന്ന് പറഞ്ഞാൽ എന്താ? 1 ബൈ ഇ റൈസ് ടു 2x ആ. അതെന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 തന്നെയാണ്. കണ്ടോ, ഇ റൈസ് ടു മൈനസ് 2x എനിക്ക് എങ്ങനെ എഴുതാം? 1 ബൈ ഇ റൈസ് ടു 2x എന്ന് എഴുതി കൂടെ? 1 ബൈ ഒരു സാധനം, 1 ബൈ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? അത് വളരെ ചെറിയൊരു നമ്പർ ആയിരിക്കും, പക്ഷെ അത് ആൾവേസ് എന്തായിരിക്കും? അതൊരു പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അതെന്തൊരു വാല്യൂ ആയിരിക്കും? അതൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും ഉറപ്പായിട്ടും. സോ ഇതെപ്പോഴും 0യേക്കാൾ വലുതാണ്. ഇനി ഇതാ നോക്കിയേ, -2 എന്ന് പറയുന്നതോ? -2 എന്ന് പറഞ്ഞാൽ എന്താ? 0യേക്കാൾ ചെറുതാണ്. അപ്പോൾ ഒന്ന് പോസിറ്റീവാണ്, ഒന്ന് എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്, ഇല്ലയോ? -2 എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് നമ്പറാണ്. ഇ റൈസ് ടു മൈനസ് 2x എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് തന്നെയാണ്? അതൊരു പോസിറ്റീവാണ്. സോ ഇത് പോസിറ്റീവും ആണ്, ഇതെന്താണ്? നെഗറ്റീവും ആണ്. ഇവൻ എന്താണ്? നെഗറ്റീവ് ആണ്. സോ ഒരു പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്തായിരിക്കും? ആൾവേസ് നെഗറ്റീവ് ആയിരിക്കും. സോ എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായിരിക്കും? എപ്പോഴും ലെസ് ദാൻ 0 ആയിരിക്കും. കണ്ടോ, ഇവിടെ ഇ റൈസ് ടു മൈനസ് 2x പോസിറ്റീവ്, അതെനിക്കറിയാം. ഇ റൈസ് ടു മൈനസ് 2x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. പക്ഷെ -2 എന്താ? ഒരു നെഗറ്റീവ് നമ്പറാണ്. സോ ഒരു നെഗറ്റീവ് നമ്പർ ഇൻറ്റു ഒരു പോസിറ്റീവ് നമ്പർ നമുക്ക് ആൻസർ കിട്ടുന്നത് എന്തായിരിക്കും? ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. ഓക്കെ, സോ എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷനിൽ നമുക്ക് പറയാം ഇതെന്താ? സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെന്ന് പറയാം. ഓക്കെ, ഈ കേസ് നമുക്ക് പറയാം ഇത് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെന്ന് പറയാം. അപ്പോൾ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതിൻ്റെ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ താണ്ടെ ഏകദേശം ഇങ്ങനെ ഇരിക്കും അതിൻ്റെ ഗ്രാഫ്. കണ്ടോ, ഡിക്രീസിങ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും. ഇ റൈസ് ടു മൈനസ് 2x ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും. ഇ റൈസ് ടു എക്സിൻ്റെ ഗ്രാഫ് നേരെ തിരിച്ചിങ്ങനെ ഇരിക്കും. ഇത് ഇ റൈസ് ടു 2x ഗ്രാഫ്, ഇത് ഇ റൈസ് ടു മൈനസ് 2x ഗ്രാഫ്. കണ്ടോ, മൈനസ് 2x കണ്ടോ ഡിക്രീസിങ് ആയിട്ട് വരിക. ഇത് ഇ റൈസ് ടു 2x, ഇത് കണ്ടോ ഇൻക്രീസിങ് ആയിട്ട് പോവുക. ഓക്കെ, സോ ഇത് 0യിൽ ടച്ച് ചെയ്യത്തില്ല. y എന്ന് പറയുന്ന വാല്യൂ എന്താവത്തില്ല? 0യിൽ ടച്ച് ചെയ്യത്തില്ല, ഇങ്ങനെ പോകും. അതുകൊണ്ട് നമുക്ക് പറയാം എന്താ? അത് മിനിമം പോയിന്റ് ഒന്നുമില്ല. അതെന്താ? ഇത് ഇ റൈസ് ടു 2x സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങും -2x സ്ട്രിക്ട്ലി ഡിക്രീസിങ്ങും. ഓക്കെ.